BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്ന് സൂചനകൾ ശക്തമാക്കുകയാണ്. കൊച്ചിയിലെ CMRL കമ്പനി ഉടമ ശശീന്ദ്രൻ കർത്ത അന്വേഷണ ഏജൻസിക്ക് നൽകിയ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പിണറായി വിജയനിലേക്ക് നീങ്ങുന്നത്. മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ പിണറായിയിലേക്ക് തന്നെ എത്തുന്നത്. പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതെന്ന ശശീന്ദ്രൻ കർത്തയുടെ മൊഴിയാണ് ഇതിൽ നിർണായകമായത്. എന്നാൽ തുടക്കം മുതൽ തന്നെ CPM ഈ വിഷയത്തിൽ വ്യക്തമായ പ്രതിരോധം തീർത്തിരുന്നു. ഈ കേസ് വെറുമൊരു സാമ്പത്തിക അന്വേഷണമല്ലെന്നും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പിണറായി വിജയനെ വേട്ടയാടാനുള്ള BJPയുടെയും EDയുടെയും സംയുക്ത നീക്കത്തിന്റെ ഭാഗമാണെന്നുമായിരുന്നു പാർട്ടിയെടുത്ത നിലപാട്. അതേസമയം തനിക്കെതിരെ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പൂർണ്ണമായും മാധ്യമ സൃഷ്ടിയാണെന്നാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പ്രതികരിച്ചത്. അന്വേഷണം തന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമം പലരും കാലങ്ങളായി നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. കൂടാതെ പ്രതിപക്ഷ നിരയിലുള്ള പ്രധാന നേതാക്കളെ ലക്ഷ്യമിട്ട് അന്വേഷണ ഏജൻസികളെ ആയുധമാക്കുന്നു എന്ന വാദമാണ് CPM ഉയർത്തുന്നത്. അതേസമയം ED അന്വേഷണത്തിൽ ശശീന്ദ്രൻ കർത്തയുടെ മൊഴിയിലൂടെ പിണറായി വിജയന്റെ പേര് പരസ്യമായി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് ചേരാൻ പോകുന്നത്. നിലവിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ED ഔദ്യോഗികമായി നോട്ടീസ് നൽകിയിട്ടില്ലെങ്കിലും അത്തരമൊരു സാഹചര്യമുണ്ടായാൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ നീക്കം. നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ സമയത്തുണ്ടായതിനേക്കാൾ ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാകും യോഗത്തിൽ ധാരണയാകുക എന്നാണ് സൂചനകൾ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.